യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്റെ മകന്റെ ഭാവി സുരക്ഷിതമാക്കിയേ മതിയാവും. ഇപ്പൊ സത്യൻ എവിടെയാണെന്ന് പോലും നമുക്കറിയില്ലല്ലോ. വിളിച്ചിട്ടും കിട്ടുന്നില്ല. എന്ത് സമാധാനത്തിൽ ഞാൻ ഇരിക്കും? എനിക്ക് അനന്തമാഷിനെ കണ്ട് സംസാരിച്ചേ മതിയാവും. അമ്മേ, അത് അച്ഛന് സുഖമില്ലാതിരിക്കുമല്ലേ? ഈ അവസ്ഥയില് നമ്മൾ ഇങ്ങനെയൊക്കെ ചെന്ന് സംസാരിച്ചാ അത് അപ്പൊ അതാണ് കാര്യം. നിനക്കിപ്പോ അമ്മായിയച്ഛന്റെ ആരോഗ്യമാണ് വലുത്. സ്വന്തം കൂടപ്പുറപ്പ് എവിടെയാണെന്ന് പോലും അറിയില്ല. അതിന് നിനക്ക് സങ്കടവും ഇല്ലല്ലേ? അങ്ങനെയാണോ അമ്മ ഞാൻ പറഞ്ഞത്? അമ്മ എന്തിനാ വെറുതെ എഴുതാപ്പുറം വായിക്കുന്നേ? എങ്കിൽ നീ എന്റെ കൂടെ വാ. അല്ലെങ്കിൽ ഈ രാത്രി ഞാൻ ഒറ്റയ്ക്ക് പോകും. ശരി, ഞാൻ കൊണ്ടുപോവാം. നടന്നു വാ. ആകെ അങ്ങ് ക്ഷീണിച്ച് വല്ലാണ്ടായല്ലേനു. അവന്റെ മുഖം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായിരിക്കാം. കുഞ്ഞിനെ നോക്കുന്നത് വളരെ നിസ്സാര കാര്യമാണെന്നാ അമ്മയും മോനും വിചാരിച്ചിരിക്കുന്നെ. അത് ശരിയാ. ഇപ്പൊ തന്നെ സുശീലാന്റെ മടുത്ത ലക്ഷണമുണ്ട്. അത് തന്നെ എനിക്കും അത്ഭുതം. ചേച്ചിയെ കൊണ്ട് ജോലിയെല്ലാം ചെയ്യിപ്പിച്ച് കുറച്ചുനാള് വെറുതെ ഇരിക്കല്ലായിരുന്നു. എന്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം. അവരാരും അതിനിടയിൽ കയറാതിരുന്നാൽ മാത്രം മതിയായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞ ഇന്ദ്രൻ ഒരു പാവ. ആ തള്ളയുടെ താളത്തിനൊത്ത് തുള്ളുന്നതേ ഉള്ളൂ. അതുകൊണ്ടല്ല അവൻ അങ്ങോട്ട് വിളിപ്പിച്ചേ. അത് പാവായതുകൊണ്ടൊന്നുമല്ല. അവർക്ക് തനിയെ മോന്റെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും കൂടെ നോക്കാൻ വയ്യ. അതുകൊണ്ടൊരു ജോലിക്കാരിയായിട്ട് അനു അവിടെ വേണം. അതിനുള്ള ക്ഷണമാ അവിടെ കണ്ടത്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഒരുപക്ഷെ ഇന്ദ്രേട്ടന്റെ ഉള്ളിൽ എന്നോട് സ്നേഹം ഉണ്ടായിരിക്കാം. പക്ഷെ അത് പ്രകടിപ്പിക്കാത്ത കാലത്തോളം ആ സ്നേഹത്തിന് വിലയില്ല. ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് വരാൻ ഇന്ദ്രേട്ടൻ വിളിച്ചപ്പോ അമ്മ തടയും പോലെ സംസാരിച്ചു. അപ്പൊ ഇന്ദ്രേട്ടൻ എന്താ ചെയ്തേ? വാ പൊത്തി മിണ്ടാതെ നിന്നു. അമ്മയ്ക്ക് മുന്നിൽ ഭാര്യയെ സ്നേഹിക്കാൻ പേടിക്കുന്ന എന്തിനാ? അതെ, അത് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീ ഒരാളുടെ ഭാര്യയാവുന്നത് സംരക്ഷിക്കുന്നുള്ള പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രം. ആ വിശ്വാസം നഷ്ടപ്പെട്ട പിന്നെ ആ ബന്ധത്തിന് ഒരു കാര്യം ഉണ്ടാവില്ല. പക്ഷെ ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട അനുവാ. ഇത് അനുവിന്റെ ജീവിതം. അമ്മ ഉടക്കിയില്ലായിരുന്നെങ്കിലും ഞാൻ അങ്ങോട്ട് പോവില്ലായിരുന്നു. ആ വീട്ടിലെ ജോലിക്കാരിയായി ജീവിതകാലം മുഴുവൻ തള്ളി നീക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനും എന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ധൈര്യവും വിശ്വാസവും എനിക്കുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു കാലത്ത് എന്നെ മനസ്സിലാക്കി എന്നെ ഭാര്യയായിട്ട് വേണമെന്ന് ഇന്ദ്രേട്ടന് തോന്നിയിട്ട് വിളിക്കുകയാണെങ്കിൽ ആ സ്നേഹം എനിക്ക് ബോധ്യമായ അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് അപ്പ ചിന്തിക്കാം. അതാ എന്റെ തീരുമാനം. അതാ ശരി. എന്തായാലും അനു, നീ തനിച്ചല്ല. ഞങ്ങൾ എല്ലാരും നിനക്കൊപ്പം ഉണ്ട്. ശരിയാ, അവര് കുറച്ച് അനുഭവിക്കണം. നീ എന്തായിരുന്നു എന്ന് അവര് തിരിച്ചറിയണം. അതാ വേണ്ടത്. അങ്ങനെ ആയ മാത്രമേ നിനക്ക് ആ വീട്ടിലൊരു വിലയുണ്ടാവും. ഓ വേണ്ട വേണ്ട, കരയാതെ. ഓ ബാബു. ശബരി, ആരൊക്കെയത്? എന്താ ഈ നേരത്ത്? അല്ല, ഇവിടുത്തെ അച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് വന്നതാവും. അല്ല ശബരി, ഞങ്ങൾക്കതൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ വന്നതേ അനന്തമാഷിനെയും ചിലങ്കയും ഒന്ന് കാണാനാ. അവരോടെ ഉണ്ടല്ലോ അല്ലേ? അതെ, അനന്തമാഷ് ഇവിടെ ഉണ്ട്. ഉച്ചയ്ക്ക് അമ്പിളിയും അനുവും രഘുവും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ചിലങ്ക മാത്രം ഇങ്ങോട്ട് വന്നില്ലല്ലോ. അല്ല, വന്നോ ശബരി? അല്ല, ഞാനില്ലാത്തപ്പോഴെങ്ങാനും വന്നോ? വന്നു കാണൂന്നേ. ഇവിടെ വരാതെ അവൾ എവിടെ പോവാനാ? ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയപ്പോ അങ്ങനെയാ അറിഞ്ഞത്. ചിലങ്ക ഇവിടെ വന്നെങ്കി അത് പറയാൻ ഞങ്ങൾ എന്തിനാ മടിക്കുന്ന? അതെ, ചിലങ്ക ഇന്ന് ഈ വീട്ടിൽ വന്നിട്ടില്ല. അല്ല, നിങ്ങൾ എന്തിനാ ഈ നേരത്ത് വന്ന് ചിലങ്ക അന്വേഷിക്കുന്നത്? അത് ഞങ്ങൾ അനന്തമാഷിനോട് പറയാം. അദ്ദേഹത്തെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ? ആന്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? കേറി വാ, അകത്തേക്കിരിക്കാം.
വാ ഇന്ദ്രേട്ടാ. ആ. അച്ഛന് നല്ല സുഖമില്ല, മരുന്ന് കഴിച്ച് മയങ്ങ, അതുകൊണ്ട് വിളിച്ചില്ല. അത് കുഴപ്പമില്ല. ഞങ്ങള് വന്നത് രാമനാഥ സാറിനെ കാണാനല്ലല്ലോ. എന്താ ഇന്ദ്ര ഈ രാത്രിയില്? അത് ഹ, ഞാൻ പറയാം. ഇതൊക്കെ ചുറ്റുവളയ്ക്കാതെ നേരിട്ട് പറയേണ്ട കാര്യങ്ങളാ. എന്റെ മകനെ നിങ്ങളുടെ മകള് എവിടെയോ കൊണ്ടുപോയി ഒളിപ്പിച്ചത്? ഒളിപ്പിക്കാനോ? സുശീലയുടെ മകൻ തന്നെയല്ലേ ഇരിക്കുന്നത്. ആ, അനുമോളാണെങ്കിൽ ഹോസ്പിറ്റലിലുണ്ട്. നിങ്ങളല്ലേ അവളുടെ കുഞ്ഞിനെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? ബിച്ചുമോനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അനുവിനെ ഏൽപ്പിച്ചിട്ടാ വരുന്നത്. അമ്മ ചോദിച്ചത് സത്യന്റെ കാര്യമാ. എടാ, അത് ഇയാൾക്ക് അറിയാഞ്ഞിട്ടൊന്നും അല്ലടാ. നമ്മളിട്ട് പൊട്ടം കളിപ്പിക്കുക. ദേ, സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങളെപ്പോലെ തോന്നുന്ന സമയത്ത് തോന്നുന്ന വേഷം കിട്ടി ആടുന്ന ആളൊന്നുമല്ല എന്റെ അച്ഛൻ. അയ്യോ, നിന്റെ അച്ഛൻ വലിയ ഹരിചന്ദ്രൻ തന്നെ, സമ്മതിച്ചു. പക്ഷേ അച്ഛന്റെ മക്കളാരും അത്ര ശീലാവതിമാരൊന്നും അല്ല. സുശീലേ, നീ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്റെ മക്കളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഇയാളിനെ എന്ത് ചെയ്യും? അമ്മേ, നമ്മൾ വഴക്കിനല്ല, സത്യന്റെ കാര്യം ചോദിക്കാൻ ഇവിടെ വന്നത്. അത് തന്നെയാടാ ചോദിക്കുന്നത്. അതെ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ എടുത്തതിന്റെ പേരില് എന്റെ മൂത്ത മോന്റെ ജീവിതം ഇങ്ങനെയായി. അത് പോരെ നിങ്ങൾക്ക്? ഇന്ദ്രന്റെ ജീവിതത്തിന് എന്തെങ്കിലും കോട്ടം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീയും നിന്റെ മകനും തന്നെയാ. എന്റെ മോളെയും അവളുടെ കുഞ്ഞിനെയും അവിടെ നിന്ന് ഇറക്കി വിട്ടത് ആരാ? എന്തായിരുന്നു അവള് ചെയ്ത തെറ്റ്? തെറ്റോ? പറയാം. ഓരോന്നും എണ്ണി എണ്ണി നിരത്താൻ ഞാൻ. എല്ലാവരും കേൾക്കണം. വേണ്ട ആന്റി, അത് പറയേണ്ടത് ആന്റി അല്ല, ഇന്ദ്രേട്ടൻ ഇവിടെ ഉണ്ടല്ലോ. അനുചേച്ചിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇന്ദ്രേട്ടനാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. അത് ശബരി പറഞ്ഞത് വളരെ ശരിയാ. ഭാര്യയെ വിലയിരുത്തേണ്ടതേ ഭർത്താവാ, അല്ലാതെ അമ്മായിമ്മയല്ല. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ അമ്മായിമ്മയ്ക്ക് അതിനുള്ള ഒരു യോഗ്യതയില്ല. എടി, നിന്നെ നിയന്ത്രിക്കാനേ ഇവിടെ നല്ലൊരു അമ്മായിമ്മയില്ല. ഇല്ലെന്ന് കരുതി ഒരുപാടങ്ങ് നെകളിക്കല്ലേ. നീയൊക്കെ ഇവിടെ കാലു കുത്തുന്നതിന് മുമ്പ് ശബരിയുടെ അമ്മ പരലോകത്തേക്ക് പോയതേ അവരുടെ ഭാഗ്യം. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 10 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഞങ്ങളുടെ അമ്മയെ കൂടി നിങ്ങളുടെ വഴക്കിനകത്തേക്ക് വലിച്ചഴക്കരുത്. അല്ല വാസന്തിയ, അമ്മേ, അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? അമ്മ എന്ത് പറഞ്ഞാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ? അതിൽ നിന്ന് വിട്ടിട്ട് ഒരു കാര്യവും സംസാരിക്കണ്ട. ഞാൻ പറയുന്നതാണോടാ? എന്നെ കൊണ്ട് പറയിക്കുന്നല്ലേ? ശരി, ഇനി കാര്യത്തിലേക്ക് വരാം. നിങ്ങളുടെ മകള് ചീരുവും എന്റെ മകൻ സത്യനും കൂടി ഒരുമിച്ച് ബൈക്കിൽ പോകുന്നുവെന്നും രാത്രിയിൽ ഫോണിലൂടെ സല്ലപിക്കുന്നു എന്നുള്ള പരാതിയൊക്കെ ആയിട്ട് വിനയന്റെ അമ്മ ഒരു തവണ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. സത്യൻ അതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അവൻ തന്നെ സമ്മതിച്ചപ്പം കുടുംബത്തിന് പേരുദോഷം ഉണ്ടാവരുതെന്നും പറഞ്ഞ് ഞാനും ഇന്ദ്രനും കൂടി അവനെ ഒന്നും ഗുണദോഷിച്ചു. അത് ഇഷ്ടപ്പെടാതെ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല. ഇന്ന് വൈകുന്നേരം ലതിക വീണ്ടും വീട്ടിലേക്ക് വന്നു. സത്യനും ചീരുവും കൂടി ഒളിച്ചോടി പോയെന്നും പറഞ്ഞ് വീണ്ടും വഴക്കുണ്ടാക്കി. സത്യനൊരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അതിനുശേഷം സത്യന്റെ ഫോൺ സ്വിച്ച് ഓഫാ. അവൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടുമില്ല. സത്യനായിട്ട് ഒരിക്കലും അത് ചെയ്യില്ല ഇന്ദ്ര. പക്ഷേ സങ്കടം കണ്ടാൽ അലിയുന്ന മനസ്സാവന്റേത്. വിനീന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് ചീരു പറഞ്ഞപ്പം അവൻ രണ്ടും കൽപ്പിച്ച് അവളെ ഏറ്റെടുത്താണെങ്കിലോ? എന്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ജീവിതം അടുത്തിട്ട് ജീവൻ ഒടുക്കാൻ തീരുമാനിച്ചാലും ഒരുത്തന്റെ താല് കഴുത്തിലിട്ട് മറ്റൊരുത്തന്റെ കൂടെ ഈ അനന്തമാഷിന്റെ മക്കൾ ആരും ഇറങ്ങിപ്പോവില്ല. ആ, എങ്കിൽ പിന്നെ നിങ്ങളുടെ മകൾ എവിടെയുണ്ടെന്ന് നിങ്ങൾ പറ. ഇന്ദ്രനെ കൊണ്ട് ഞാൻ അവളുടെ ഫോണിലേക്ക് വിളിപ്പിച്ചു. അവളുടെ ഫോണും സ്വിച്ച് ഓഫാ.
ദേ നീ ചിരുനെ ഒന്നുകൂടി വിളിച്ചു നോക്കി, ചിലപ്പോ അവള് ഫോൺ എടുത്താലോ. ശരിയാ. ദേ ഞാൻ വിളിച്ചു നോക്കാം.